ആശ ഒഴിയരുത്, എന്നെ തഴയരുത് പ്ലീസ്. കമോൺ, ഹിയർ ഇസ് എ ബ്ലാങ്ക് ചെക്ക്. മിസ്റ്റർ മുരളിക്ക് എന്ത് തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. ചേച്ചേ, എന്താ ഇത് ജോണിച്ചേ? ഒന്നാമത് നിങ്ങൾ എന്നെ മിസ്റ്റർ എടുത്ത് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏറെ നാളായെങ്കിലും ഞാൻ ഇന്നും ആ പഴയ മുരളി തന്നെയാണ്. എന്നിട്ടാണ് ഒരാപത്ത് വന്നപ്പോ എന്നെ ഒരുമാതിരി നിഷ്പല് പോലെ കൈ ഒഴിയുന്നത്. എന്താവത്ത്? നിങ്ങളുടെ വീക്കിൽ തന്നെയല്ലേ ഇപ്പോഴും ടോപ്പായി നിൽക്കുന്നത്? അത് ഇറങ്ങേണ്ട താമസം വായനക്കാർ തമ്മിൽ അടിയും പിടിയല്ലേ? ആയിരുന്നു. പക്ഷേ ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാട് എനിക്ക് മാത്രമല്ല അറിയൂ. കണ്ട ആപ്പോ ഉപ്പകളൊക്കെ പത്രാധിപന്മാരായിട്ട് എന്റെ വാരിയെ കോപ്പി അടിച്ച് അങ്ങ് കയറിയല്ലേ. ഇത്രയും നാള് ജോണിച്ചാൻ കയറിയല്ലായിരുന്നോ? ഇനി സ്വല്പം ഇറങ്ങി കൊടുക്കേ, മറ്റുള്ളവര് കയറട്ടെ. ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി. എന്റെ കൊക്കി ജീവനുള്ളത്തോളം കാലം മഞ്ചാരി തന്നെ ആയിരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട വാരിക. സബാഷ്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാണ്. താൻ എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതി തന്നേ പറ്റും. പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെയൊക്കെയാ ജോണിച്ച? പോരെങ്കിലേ ഈ മാക്കാരുടെ ശൈലി എനിക്ക് വഴങ്ങത്തുമില്ല. അതെങ്കിൽ വിട്ടുക. അല്പം ഡിഫറന്റ് ആയ ഒരു സാധനം ഒപ്പിച്ചു തന്നാൽ സാഹിത്യ ഭംഗിയൊക്കെ ഞാൻ വരുത്തിക്കൊള്ളാം. വേണമെങ്കിൽ ഇതാ കേട്ടോ. രാത്രിയുടെ നിശബ്ദ ഭീകരമായ രണ്ടാം യാമം. മഞ്ഞ് പെയ്യുന്ന മലകൾക്ക് താഴെ നിലാവിൽ പുതച്ചു കിടക്കുന്ന തടാകം. തടാകക്കരയിലെ തകര കൂടാരത്തിനുള്ളിൽ തണുത്തുറങ്ങിയ രക്തം, തരുണി രക്തം. ഉഗ്രൻ ഉഗ്രൻ. എങ്കിൽ പിന്നെ അച്ചായനും എന്നെ കാച്ചിക്കൂടെ? ആദ്യ അധ്യായം കലക്കും. കളിയാക്കാതെ മുരളി, എന്നെ കൊണ്ടാവുമായിരുന്നു ഞാൻ വന്ന് എന്റെ കാല് പിടിക്കുമായിരുന്നു. നോക്കി ജോണിച്ച, ഞാനൊരു ജേർണലിസ്റ്റ് മാത്രമാണ്. പിന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രവണതയോട് എനിക്ക് തീരെ യോജിപ്പുമില്ല. മണ്ണാങ്കട്ട, ഇതിലൊരു പ്രവണതകളില്ലല്ലേ. വായനക്കാരുടെ ഉള്ളറിയാൻ കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടു, അത്ര തന്നെ. കൊലയും ബലാത്സംഗവും ഒക്കെ നീട്ടിപ്പരത്തി റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഈ പ്രൊഫഷന്റെ എത്തിക്സിനെതിരാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഒരുമാതിരി ഒരു ബുദ്ധഭാഗം വന്നിരിക്കുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞ എഴുത്താ, ഇല്ലെങ്കിൽ പറയാൻ കളഞ്ഞിട്ട് പോ. ഇരിക്കു ജോണിച്ച, അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോവാതെ. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. നീ പല കൊലപാതകങ്ങളും കവർ ചെയ്തിട്ടുള്ളതല്ലേ. അതിലേതെങ്കിലും ഒന്ന് മതി. വേഗം വേഗം പറ. ഈ ആഴ്ച ഞാൻ പരസ്യം കൊടുക്കാം. ചതിക്കല്ലേ ജോണിച്ച. ആദ്യം നിങ്ങൾ കഥ കേൾക്ക്, എന്നിട്ട് തീരുമാനിക്കുന്നത് വേണോ വേണ്ടെന്ന്. പീരുമേട്ടിലെ സംഭവം തന്നെ ആയാലോ? ഡോക്ടർ മേനോനുണ്ടോ? ഉണ്ട് സാർ. ഹലോ. ഹായ്. എന്താ ഉറങ്ങാത്തത്? രാത്രിയായില്ലേ, കിടന്നുറങ്ങും. ഇപ്പൊ രാത്രിയാണോ? രാത്രിയാണ്. ഹലോ ഡോക്ടർ. ഹലോ മുരളി. ഗുഡ് ഈവനിങ്. എന്താ മുരളി? അല്ല, പിന്നെ ഡോക്ടറോട് ഒരു വിവരം ചോദിക്കാനുണ്ടായിരുന്നു. വരും. എന്താ ഉറങ്ങാത്തത്? ഡോക്ടർ. ടെൽമി മുരളി. അല്ല ഡോക്ടർ, നമ്മുടെ പഴയ ദിവാൻ ബഹദൂർ തമ്പിയുടെ ഒരു കൊച്ചുമകൾ മായ. മായ? ആ കുട്ടി എന്തോ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് കേട്ടു. മിസ്റ്റർ മുരളി, ഇതൊരു മാനസിക ആശുപത്രിയാണ്. ഇവിടെയുള്ള രോഗികൾക്ക് എന്റെയും മുരളിയുടെയും മാനസികാവസ്ഥയല്ല. അത് ശരിയാ ഡോക്ടർ. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാമല്ലോ എന്ന് കരുതി. ഈ ആശുപത്രിയെ സംബന്ധിച്ച ഏത് വിഷയവും എന്നോട് ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊള്ളാം. എനിക്ക് മനസ്സിലായില്ല. പത്രത്തിൽ വരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അറിയിക്കാം. യു ഫോളോ മൈ പോയിന്റ്? Yeah, I follow your point, doctor. But I think I'll follow my line. Good night. അനിത പോയില്ലേ? എങ്ങനെ പോവാനാ? മറ്റേ പാർട്ടി മോളിലുണ്ടല്ലോ. ബൈക്ക് പുറത്തിരിക്കുന്നത് കണ്ടില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി എന്റെ ആനി കൊച്ചുമേ. അല്ല, 2 ദിവസത്തിനകം ട്രാൻസ്ഫർ ആകുമല്ലോ. പിന്നെ എങ്ങനെ ഈ ബൈമി കാമുകന്മാര് കണ്ടുമുട്ടുന്നത്? എലിപ്പടിയിലൂടെ. വാ പിള്ളേരെ.
വന്നാട്ടെ പോകാം. അയ്യോ എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഇന്നും നാളെയും കൊണ്ട് സകല ജോലിയും തീർക്കണം. എന്താ ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ? എന്നെ ട്രാൻസ്ഫർ ചെയ്തേ അടങ്ങുന്ന ഭാഷയെ ചിലർക്ക്. ആർക്ക്? ഹെഡ് നേഴ്സിന്. അതെന്താ? മായയെ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മുരളിക്കറിയാമോ, ഷീസ് ആൻ ഏഞ്ചൽ. മായയുടെ അസുഖം എന്നെ മാറിയനെ ഇവരല്പ സ്നേഹം അവളോട് കാണിച്ചിരുന്നെങ്കിൽ. മായ ഓടിപ്പോവാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടാവാം. മേ ബി. അതുകൊണ്ട് തന്നെ അതിരിക്കട്ടെ, അവിടെ അനുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു കോണ്ടാക്ട് രവി. രവി? ആ, മുരളിയുടെ കൂട്ടുകാരൻ. കൂട്ടുകാരനോ? ഹീസ് മോർ ദാൻ എ ഫ്രണ്ട്. അതെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ സോറി, നാം വെയിറ്റ് ചെയ്യുന്നു. വേണ്ടെന്നേ. നോ, ഈ രാത്രി മുഴുവനും വെയിറ്റ് ചെയ്യും. എന്റെ പൊന്നെ, ഒന്ന് പോകാമോ? ശരി, നാം പിരിയുന്നു. സോറി. ഞാൻ കൊടുത്തിട്ട് ആ കൊച്ചു കഴിക്കുന്നില്ല. മറ്റവള് സ്ഥലം മാറിപ്പോകുന്നതിന്റെ വേദനയായിരിക്കും. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? അതിന് കൊടുക്ക്. മായേ, മായേ, ഇവളവിടെ എന്തെടുക്കുക? മായേ, എടി മായേ. My God. ആരാണ് നീ? എന്നാ പോരെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എത്ര നേരം കാത്തു നിന്നു? ഞാൻ കരുതി നീ വരില്ല എന്ന്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? 10 വർഷത്തിന് ശേഷം നീ അടിച്ച ടെലഗ്രാമില്ലേ? കോളേജിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ? എക്സാക്ട്ലി. ബോംബെയിൽ നീ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണോ അതോ വല്ല ഫാക്ടറിയിലാണോ? യു ഗസ്റ്റ് ഇറ്റ് കറക്റ്റ്ലി. എക്സ്പ്ലോസീവ്സ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞാൻ. ആംസ് ആൻഡ് അമ്യൂണിഷൻസിൽ ഞാൻ ഒരു എക്സ്പെർട്ട് ആണെന്നാണ് വെപ്പ്. ആ, നീ ഇപ്പൊ എസ്റ്റേറ്റും കാര്യങ്ങളും നോക്കി നടക്കുന്നു അല്ലേ? ഒറ്റയ്ക്കാണോ അതോ? ഈ പറഞ്ഞതിൽ ഒരവശകാമുവിന്റെ ധ്വനിയുണ്ടല്ലോ. ഒറ്റയ്ക്കല്ല, പഴയ കുമാരൻ നായരുണ്ട്, പിന്നെ ഒരു നായി. ഫൈൻ. രവി, ഇവിടെ നീ എങ്ങനെ കഴിയുന്നടാ? കല്യാണം കഴിച്ചില്ലേ പോട്ടെ, ഒരു ടെമ്പററി അറേഞ്ച്മെന്റിനെങ്കിലും ആരെയും കിട്ടിയില്ലേ? അതിന് നീയല്ലല്ലോ ഞാൻ. സെയിം ഓൾഡ് രവി. ഇവിടെ നോക്ക്, മിസ്റ്റർ ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങേർക്ക് 16,000 തെട്ടല്ലേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ദിവസവും രാത്രി കല്യാണം, രാവിലെ ഡൈവോഴ്സ്. ഒന്ന് ചുമ്മാ എഴുതാ. നീ ആ പഴയ വിജയം തന്നെ. നിന്റെ പേരെന്താടി? എന്തെങ്കിലും പറ പെണ്ണേ.
മൈ ഗോഡ്. നീ എന്താ മേടിച്ചിരിക്കുന്നത്? വാ, നമുക്ക് പോകാം. No. എന്റെ രവി, ലോകത്ത് എവിടെല്ലാം എന്തെല്ലാം ആക്സിഡന്റ് നടക്കുന്നു. ഇതിന് നമുക്കെന്തടവേ കാര്യം? പ്ലീസ് 1 സെക്കൻഡ്. ഇതിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ചുമക്കുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. പിടി. എടാ, നീ എന്നെ ബംഗ്ലാവ് ഇറക്കി വിട്ടിട്ട് എവിടെ വഴി പോയിക്കോ. ഹലോ, SDP. അത് അവൈലബിളാ. പേടിക്കാനൊന്നുമില്ല. ആ കുട്ടി ഇപ്പൊ കസ്റ്റഡിയിലായി കാണും. നോ, ഇറ്റ്സ് എ സില്ലി മാറ്റർ. ഡ്യൂട്ടി കാര്യത്തിൽ ഓഫീസിലായാലും വീട്ടിലായാലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഐ വാണ്ട് ഡിസിപ്ലിൻ. വെരി ഫൂൾ. സോറി, മിസ്റ്റർ മുരളിയോടല്ല, എന്റെ ബോയോനാണ്. നോ 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 നോ, എന്റെ മോനൊന്നുമല്ല. ഹീസ് ഓൺലി മൈ സർവന്റ്. ഈസ് എ ഫൂൾ. സാർ എന്നെ അധിക്ഷേപിക്കരുത്. ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ സെക്രട്ടറിയാ. നിർത്തണോ? സോറി, ഞാൻ ഇപ്പൊ സ്റ്റേഷനിലോട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും മിസ്റ്റർ മുരളിക്ക് അറിയാലോ, ഈ കാര്യത്തിൽ മിനിസ്റ്റർ മറ്റും എന്നെയാണല്ലോ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർവൻസ് സാറിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. മര്യാദ മര്യാദ മര്യാദ. ഉലക്ക പാനൽ ചാടൂ. പോയി വെള്ളം കുടി. വെള്ളം 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 കണ്ടില്ല. വെള്ളം കണ്ട്. നീ എന്നോട് ചോദിച്ചില്ലേ ബോംബെയിൽ ഞാൻ എന്തെടുക്കുകയാണെന്ന്? ഇവനായിരുന്നു എന്റെ ചങ്ങാതി. ഞാനൊന്നു പറയാം, നീയോ നിന്റെ പൊട്ടം വേലക്കാരനോ ഈ ബംഗ്ലാവും പരിസരവും വിട്ട് എവിടെയെങ്കിലും പോവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആദ്യം മരിക്കുന്ന നീ ആയിരിക്കില്ല, ഈ പെണ്ണായിരിക്കും. ഭയപ്പെടാനൊന്നുമില്ല, ഉറങ്ങിക്കൊള്ളു, ധൈര്യമായി ഉറങ്ങിക്കൊള്ളു.
ഭാഗ്യം 2 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വരത്തുള്ളൂ. ആ വണ്ടിയുടെ കാര്യം വന്നപ്പോഴാ നമ്മുടെ ലക്ഷ്മണന്റെ കാർട്ടൂൺ പോലെ. എന്താ പറയാ? പറയാം. പ്രേമനൈരാശ്യം മൂലം പണ്ടൊരു പാർട്ടി ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു. ഇവിടെ സംഭവിച്ചതെന്നാ അറിയോ? വണ്ടി വന്നപ്പോഴത്തേക്കും പാവം പട്ടിണി കിടന്ന് മരിച്ചിരുന്നു. അല്ല, ഞാനൊരു മഹത്തായ വിറ്റടിച്ചിട്ട് അതിനെന്താ ചിരിക്കാത്ത? ട്യൂബ്ലൈറ്റ് ആണോ അതോ ലേറ്റ് പിക്കപ്പോ? ആ വണ്ടിയുടെ കാര്യം പറഞ്ഞോലെ. മുരളിക്ക് എപ്പോഴും തമാശയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. 2 മണിക്കൂർ സമയം ചെലവഴിക്കാനായി അനു ഈ നക്ഷത്രങ്ങൾ എണ്ണി തീർക്കും. എന്താ എന്റെ? എല്ലാവരും പറയും ഞാൻ ഭാഗ്യവതിയാണെന്ന്. എനിക്കില്ലാത്തതും അത് മാത്രമാണ്. പക്ഷെ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവനാണ്. ബിക്കോസ് യു ആർ മൈൻ. അല്ലേ മുരളി, ഞാൻ സ്നേഹിച്ചവരെല്ലാം, എന്നെ സ്നേഹിച്ചവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളിക്കറിയാമോ, എനിക്കൊരു കൊച്ചനുജനുണ്ടായിരുന്നു. മുരളി നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ എന്നോട് ചോദിക്കും, ചേച്ചി ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറയാമോ എന്ന്. ഞാൻ പറയും, എനിക്കറിയില്ല കുട്ടാ, എന്റെ മോൻ തന്നെ പറഞ്ഞാൽ മതിയെന്ന്. എന്നെ കൊണ്ട് സുല്ലിടിച്ച ശേഷം അവൻ പറയും 1907. അത് കേട്ട് ഞാൻ ചിരിക്കും. എന്റെ ചിരി കേട്ട് അവൻ ഉറങ്ങും. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചിരിച്ചില്ല. കാരണം അവൻ എന്നേക്കുമായി ഉറങ്ങിയിരുന്നു. ഇപ്പോൾ മായയും മായ തിരിച്ചു വരുന്നേ. ദുഃഖങ്ങൾക്കൊക്കെ അവസാനമുണ്ട്. പിന്നെ നാളെ, നമ്മുടെ നാളെ, അതെത്ര മനോഹരമാണെന്നറിയാം. ആ നാളെ എനിക്കില്ല മുരളി. എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്താ ഇത്? ഇല്ല മുരളി, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഈ കൈകളിൽ കിടന്ന് ഈ നക്ഷത്രങ്ങളെ കണ്ട് ഈ പ്രകൃതി ഭംഗിയിൽ ലയിച്ച് എനിക്ക് ഇറ്റ് ഇസ് വെരി സ്ട്രേഞ്ച് സർ. എന്തായാലും വിവരം ഉടനെ ഞാൻ അറിയിക്കാം. ഡോക്ടർ മേനാണ് സംസാരിച്ചത്. എന്തായി? കൊക്കയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രത്തിന്റെ അംശം മായയുടേതാണെന്ന് ഡോക്ടർ മേൻ ഉറപ്പുണ്ട്. SP അതിന് എല്ലാ വിവരങ്ങളും അറിയിച്ചു കഴിഞ്ഞു. ഐ എം ഓൺലി വെയിറ്റിംഗ് ഫോർ ഹിസ് ഓർഡേഴ്സ്. ആ കുട്ടിക്ക് വല്ലതും? ഹൂ നോസ്? കഴിക്കൂ. വേണ്ട. വേണ്ട. ഇതുകൂടെ കഴിക്കണം.